ഹായ് ഓൾ, വെൽക്കം ടു പേപ്പർ പെറ്റൽ. തംബ്നെയിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു അംബ്രല്ല ബെൽ സ്ലീവ് ആണ്. ഒരു 10-year-old ഗേളിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വർക്ക് ചെയ്യുന്നത്. സോ മെഷർമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഡിഫറെന്റ് ഏജസ് ഉള്ള ആൾക്കാർക്കും എങ്ങനെ എടുക്കേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം. സോ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ ഗൈസ്. അതിനായിട്ട് ആദ്യം ഞാൻ ഇതുപോലെ സ്ക്വയർ ടൈപ്പിൽ ഒരു തുണി മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മുടെ തുണിയുടെ നീളവും വീതിയും വേണ്ടത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് ലെങ്ത് എത്രയാണോ അതിന്റെ നേരെ ഡബിൾ ആയിരിക്കണം നമ്മുടെ ഈ ഒരു തുണിയുടെ നീളവും വീതിയും. അതായത് നമുക്ക് വേണ്ട ആളുടെ കൈയുടെ നീളം എന്ന് പറയുന്നത് 10 ഇഞ്ച് ആണെങ്കിൽ ഈ ഒരു തുണി എടുക്കുമ്പോൾ നമ്മൾ അതിന് 20 ഇഞ്ച് നീളവും 20 ഇഞ്ച് വീതിയും കൊടുത്തിട്ട് വേണം എടുക്കാൻ. ഇനി നമ്മുടെ തുണിയെ നമുക്ക് ഇതേപോലെ നേരെ പകുതിയായി ഫോൾഡ് ചെയ്യാം. ശേഷം അതിനെ ഒന്നുകൂടി നേരെ പകുതിയായി ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിന് മേലെയാണ് നമ്മൾ ബാക്കി മെഷർമെന്റ്സ് ഒക്കെ അടയാളപ്പെടുത്താൻ പോകുന്നത്. നമ്മളുടെ കുട്ടിയുടെ സ്ലീവ് ലെങ്ത് എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അപ്പൊ നമ്മൾ നേരത്തെ 4 ആയി മടക്കിയതിൽ ആ ഫോൾഡഡ് ആയി വരുന്ന ഭാഗത്ത് ടാപ്പ് വെച്ചിട്ട് ബാക്കി ഭാഗത്തേക്ക് ദേ കാണുന്നത് പോലെ കറക്റ്റ് 10 ഇഞ്ച് ടാപ്പ് മാറ്റി മാറ്റി അടയാളപ്പെടുത്തി കൊടുക്കുക. അതായത് നമ്മൾ മടക്കിയ ഭാഗത്ത് ഓപ്പണിംഗ് വരുന്ന ഭാഗത്ത് ഇതേപോലെ കാണുന്നത് പോലെ നമ്മൾ ഈ അംബ്രല്ല പാന്റ് കട്ട് ചെയ്യാനൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു മെത്തേഡിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ അടയാളപ്പെടുത്തിയ വരയിലൂടെ കൃത്യമായി അത് മുറിച്ചെടുക്കണം. ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിയുമ്പോൾ നമുക്ക് 10 ഇഞ്ച് ആരമുള്ള ഇതുപോലെ ഒരു സർക്കിളാണ് കിട്ടുക. ഈ ഒരു സ്ലീവിന് എന്തുകൊണ്ട് അംബ്രല്ല സ്ലീവ് എന്ന പേര് വന്നതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മുടെ അംബ്രല്ല ഫ്രോക്ക്, അംബ്രല്ല പ്ലാസോ ഇതൊക്കെ ചെയ്യുന്ന സെയിം മെത്തേഡാണ് ഇതിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിന് ഈ പേര് വരാൻ കാരണം. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ഫോൾഡ് ചെയ്ത ഭാഗം ഒന്ന് വരഞ്ഞു കൊടുക്കാം. ഇതിലിപ്പോ ഞാൻ വരച്ചതിൽ ചെറിയൊരു ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത ഭാഗത്ത് ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടായിരുന്നില്ല. കോട്ടൺ പോലെയുള്ള മെറ്റീരിയലൊക്കെ നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം കൃത്യമായി നമുക്ക് പിന്നീട് അടയാളപ്പെടുത്താൻ പറ്റും. നിങ്ങളെ മെറ്റീരിയൽ ഇതുപോലെയുള്ള മെറ്റീരിയൽ ആണെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി ഇവിടെയാണ് മെയിൻ പോയിന്റ് വരുന്നത്. നമ്മൾ ഫോൾഡ് ചെയ്ത ഭാഗം അടയാളപ്പെടുത്താനായി വരഞ്ഞ 2 വരകളില്ലേ, ആ 2 വരകളും കൂട്ടിമുട്ടുന്ന പോയിന്റ് അടയാളപ്പെടുത്തുക. അതായത് സർക്കിളിന്റെ സെന്റർ. ഈ സെന്ററിൽ നിന്നും നിങ്ങളുടെ ഹോളിന്റെ ഡയമീറ്റർ ഡിവൈഡഡ് ബൈ 4 എത്രയാണോ അത്രയും ലെങ്ത് വീഡിയോയിൽ കാണുന്നത് പോലെ അടയാളപ്പെടുത്തുക. എന്റെ ആം ഹോൾ ഡയമീറ്റർ 12 ആയിരുന്നു. സോ 12/4 3 എനിക്ക് കിട്ടിയത്. ആ അടയാളപ്പെടുത്തിയ പോയിന്റിൽ നിന്നും വീണ്ടും 3 സെന്റിമീറ്റർ വെച്ച് ചുറ്റിലും അടയാളപ്പെടുത്തി വീണ്ടും ഒരു ചെറിയ വൃത്തം വരയ്ക്കുക. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ 3 എന്നുള്ള അളവ് ഓരോ ആൾക്കാർക്കും ഓരോന്നായിരിക്കും. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ആം ഹോൾ ഡയമീറ്റർ നിങ്ങൾക്ക് എത്രയാണോ കിട്ടിയത് അത് ഡിവൈഡഡ് ബൈ 4 വീഡിയോയിൽ കാണുന്നത് പോലെ തന്നെ അടയാളപ്പെടുത്തി നമ്മൾ ഇനി അതിനെ കട്ട് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അതിനായി ദൈ കാണുന്നത് പോലെ നമ്മുടെ തുണിയെ ഒന്ന് ഫോൾഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ദൈ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്യണം. ഇനി അതിനെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം. ഇനി അതിനെ നിവർത്തുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കിട്ടുക. ദെൻ അതിന്റെ വീതി കുറഞ്ഞ ഭാഗം ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അതെങ്ങനെയാണ് നമ്മുടെ ടോപ്പുമായിട്ട് യോജിപ്പിക്കേണ്ടതെന്ന് കാണിക്കാം. അതിനായി നമ്മൾ ടോപ്പ് എടുക്കുക. ഇതേ വീഡിയോയിൽ കാണുന്നത് പോലെ ടോപ്പിന്റെ മേൽഭാഗം, അതായത് നമ്മുടെ കൈയുടെ ഷോൾഡർ വരുന്ന ഭാഗത്ത് വീതി കൂടിയ ഭാഗവും ബാക്കി താഴെ ഭാഗത്ത് വീതി കുറഞ്ഞ ഭാഗവും വരുന്ന വിധത്തിൽ ഇതുപോലെയാണ് നമ്മൾ യോജിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഇതിനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് ഇത്ര സിമ്പിൾ ആയിരുന്നോ എന്ന് നിങ്ങളിപ്പം ചിന്തിക്കുന്നുണ്ടാവും അല്ലേ? ആൻഡ് ദിസ് ഈസ് അവർ ഫൈനൽ ലുക്ക്. എല്ലാവർക്കും വീഡിയോ കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞാൻ ഏറ്റവും നന്നായി മനസ്സിലാവുന്ന തരത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. സംശയമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അത് അറിയിക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.